ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂ ചീസ്. സമൂ ചീസിൽ ഇന്നത്തെ റെസിപ്പി ഒരു പക്കോടയാണ്. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചിക്കൻ പക്കോട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കത്തില്ലേ, അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പക്കോട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ക്യൂബ്സായിട്ടല്ല, ഇതേപോലെ സ്ട്രിപ്സായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വളരെ നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്തെടുക്കാൻ താല്പര്യം ആ രീതിയിൽ കട്ട് ചെയ്യുക. ക്യൂബ്സായിട്ടോ സ്ട്രിപ്സായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ട്രിപ്സായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുകയും ചെയ്യും. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. മാരിനേഷന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ ചില്ലി പേസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അത് ഞാനിവിടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഗരം മസാല, ഇതിനാവശ്യമായ ഉപ്പ്, 1 സ്പൂൺ നാരങ്ങാനീര്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലപ്പൊടികളും ഉപ്പും എല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടിത് ചിക്കനിൽ പിടിച്ച് കിട്ടും. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവറും അരിപ്പൊടിയാണ്. ഞാനിവിടെ 2 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം ഒരു 1.5 സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ആദ്യം 1.5 സ്പൂൺ കോൺഫ്ലവർ, 1.5 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം പോരാതെ വരുവാണെങ്കിൽ ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കോൺഫ്ലവറിന് പകരം നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ കോൺഫ്ലവറാണ് ചേർത്തത്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ മുട്ട ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും അല്പം മല്ലിയിലയും ഞാൻ ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഈ പക്കോടയ്ക്ക് ഒരു നല്ല കളർ കിട്ടും. അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള കോൺഫ്ലവറും അരിപ്പൊടിയും കൂടെ ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാല എല്ലാം നന്നായിട്ട് ചിക്കനിൽ കോട്ട് ചെയ്തിരിക്കും. ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞതൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. എത്ര സമയം കൂടുതൽ വയ്ക്കുന്നോ അത്രയും നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചൂടായ എണ്ണയിലൊക്കെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചിക്കൻ പീസസും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വളരെ നേർത്തായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഫ്ലെയിമൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. വളരെ നേർത്തായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിക്കൻ്റെ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ പീസും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ അടുത്ത സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ്റെ 2 സൈഡും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ പോകുകയാണ് കേട്ടോ. ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കിനി ഇത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്